ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ട്രീ DIY ക്രിസ്മസ് ട്രീ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഉള്ള DIY എന്ന് പറയുമ്പം ഒരു ട്രയാങ്കിൾ ഷേപ്പ് ബേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ഗാർലൻഡ് ഇങ്ങനെ ചുറ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിനെ ക്രിസ്മസ് ഗാർലൻഡ് ടിൻസൽസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊരു 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പീസായിട്ട്. അപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതൊരു ജൂട്ടിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ കട്ടിയുള്ള വൂളിൻ്റെ ത്രെഡിലോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ത്രെഡാണെങ്കിൽ കെട്ടിക്കൊടുക്കാം, ജൂട്ടിൻ്റെ ത്രെഡാണെങ്കിൽ നമുക്ക് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാനിത് കെട്ടിക്കൊടുക്കുകയാണ്. ജൂട്ടിൻ്റെ ഒരു ത്രെഡ് എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വൂളിൻ്റെ ത്രെഡ് കട്ടിയുള്ള നൂല് അത് വെച്ച് ഞാനിങ്ങനെ V ഷേപ്പിൽ, ഇപ്പോൾ ഒരെണ്ണം റൈറ്റിലോട്ടാണെങ്കിൽ മറ്റേത് ലെഫ്റ്റിലോട്ട്, അങ്ങനെ ക്രോസ് ആയിട്ടതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. സോ ഇതിങ്ങനെ കെട്ടി വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 1 മീറ്ററോളം നീളത്തിലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഏതാണ്ട് ഒരു 1 മീറ്ററോളം കാണും. പിന്നെ ഇത് കെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മളിതിനെ വെച്ച് കൊടുക്കാനുള്ള ചട്ടി, പോട്ട്, ടിന്ന് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് സർക്കിള്, ഇപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്, ടിന്നിലേക്ക്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞാനിതിന് സർക്കിള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ നടുക്ക് ബാലൻസ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റിക്കും കൂടി കാണുമല്ലോ. അപ്പോൾ ഇത് പേപ്പർ റോളറായിരുന്നു. പേപ്പർ തീർന്നു, അതിൻ്റെ ഉള്ളിൽ റോളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആദ്യം കട്ട് ചെയ്ത സർക്കിളിൻ്റെ നടുവിലും കൂടി ഹോളിട്ട് കൊടുക്കണം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ മുമ്പേ എടുത്തതിൻ്റെ ടിന്നെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ ടിന്നാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മളിതെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമ്മൾ ആ വലിയ വൈറ്റ് ടിന്നകത്തോട്ട് ഈ ഒരു വർക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇത് നമ്മുടെ പേപ്പറിൻ്റെ സ്റ്റിക്കാണ്. പേപ്പർ ചുരുട്ടി നീട്ടി സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അതും വെച്ച് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 6 സ്റ്റിക്കിൻ്റെ ആവശ്യമേ നമുക്ക് വന്നുള്ളൂ. എക്സസ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ടേപ്പ്, അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുന്നെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അഴിച്ചു മാറ്റണമെങ്കിൽ ഇത് പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടിയിരിക്കും. കുറേ ഇതിൻ്റെ ഈ ഒരു തൂവൽ പോലെ ഇരിക്കുന്നതൊക്കെ അങ്ങ് പറഞ്ഞു പോരും. സോ സാധാ ടേപ്പ് ഇതുപോലെ വട്ടത്തിൽ ഒട്ടിച്ച് കൊടുത്താൽ നമുക്കിത് ഈസി ആയിട്ട് ഇളക്കി മാറ്റാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗാർലൻഡ് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ ഒരു സ്ട്രിങ് തീർന്നതിന് ശേഷം സിംഗിൾ സ്ട്രിങ് ഉണ്ടല്ലോ സാധാരണ, അത് ചുറ്റി നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്ട്രിങ് ഇല്ലേ എക്സ്ട്രാ ഇങ്ങനെ കട്ട് ചെയ്ത് അത് ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടിയേനെ. ഈ ഒരു ഫ്ലഫി ഫീല് കിട്ടാൻ വേണ്ടി, ബുഷി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ വരെ ചുറ്റിച്ച് അതൊരു ലീനായിട്ടിരിക്കും. ഈ ഒരു എഫക്റ്റ് കുറച്ചുകൂടി മുകളിലോട്ട് വരാൻ വേണ്ടി ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയേനെ. പക്ഷേ ഞാൻ എടുത്ത അളവിൽ നിന്ന് കുറച്ചുകൂടി നീളം കൂടിപ്പോയി, അതുകൊണ്ടാണ് ആ ഒരു ഇത് വരാതിരുന്നത്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു ഇതിന്. നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യമേ ഹൈറ്റ് ഒന്ന് കാൽക്കുലേറ്റ് കഴിഞ്ഞാൽ വളരെ റാൻഡംലി ആയിട്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ബുഷി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ മറ്റ് ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഇത് ഞാൻ ഇതുപോലെ തന്നെ റാൻഡംലി ഇടാണ്ട് നൂലിൽ കോർത്ത് ഇങ്ങനെ ചുറ്റിച്ചിടുകയാണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അഴിച്ച് മാറ്റുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് റാൻഡംലി ചുറ്റിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപോലെ വെക്കാനും പറ്റും. എൻ്റെ സജഷൻ ഇതാണ്. ഈ ഒരു വർക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രിങ്ങിന് ഇച്ചിരി കൂടി ഒരു പകുതിയോളം കൂടി ആ സ്ട്രിങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഫ്ലഫി കിട്ടിയേനെ. പക്ഷേ മുകളിലോട്ട് കോൺ അടുക്കാറാകുമ്പോൾ നമ്മൾ സിംഗിൾ സ്ട്രിങ് മാത്രം ചുറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് മുകളിൽ നിന്ന് താഴെ വരെ ഒരേപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അത് കത്തിരിച്ച് കൊടുക്കണം. ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 2 അടി 4 ഇഞ്ചോളം ഉണ്ട്. ഇത് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ടേബിൾ ടോപ്പായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ്. വലിയ ക്രിസ്മസ് ട്രീ ഒന്നും വെക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് പറ്റും.
അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ നോട്ടിഫിക്കേഷൻ്റെ ബട്ടണും കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ബൈ.